ഡൽഹിയിലെ ഒരു കോടീശ്വര വനിതയായിരുന്നു ആശാ രവി എന്ന 60 വയസ്സുകാരി. ഗുൽഷൻ ഗാർഡനിലുള്ള ഒരു ബംഗ്ലാവിലായിരുന്നു അവരുടെ താമസം. അതോടൊപ്പം തന്നെ അർഷനിയാർ എന്ന് പറയുന്ന സ്ഥലത്തെ വലിയൊരു ബിൽഡിംഗും അവരുടെ പേരിലുണ്ടായിരുന്നു. നന്ദിനിയ എന്ന പേരുള്ള ഒരു റോയൽ ഏരിയ, ഒരു അപ്പാർട്ട്മെന്റും അവർക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു. 4 മക്കളായിരുന്നു ആ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. ഭർത്താവ് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വയസ്സായി മരണപ്പെടുകയും ചെയ്തിരുന്നു. 3 പെൺകുട്ടികളും ഒരാണുമായിരുന്നു അവരുടെ സന്താനം. മകൻ കല്യാണം കഴിച്ച് ഹൈദരാബാദിൽ ഒരു ബാങ്ക് മാനേജറായി ജോലി ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഭാര്യയുമൊത്ത് ഹൈദരാബാദിലാണ് മകന്റെ താമസം. 3 പെൺകുട്ടികളെയും വിവാഹം കഴിച്ചയപ്പിച്ചെങ്കിലും ഇളയ പെൺകുട്ടി മാത്രം ഭർത്താവുമായുള്ള പ്രശ്നങ്ങൾ കാരണം ആശാ രവിയോടൊപ്പം ബംഗ്ലാവിലാണ് താമസം. വാടക ഇനത്തിൽ മാത്രം 1.5 ലക്ഷത്തിന് മുകളിൽ വരും ആ സ്ത്രീയുടെ വരുമാനം. വാടക വാങ്ങിക്കുന്നത് മുതൽ ആ ബിൽഡിംഗിലേക്കോ അപ്പാർട്ട്മെന്റിലേക്കോ വരുന്ന അറ്റകുറ്റപ്പണികൾ വരെ ആ അമ്മയുടെ നേതൃത്വത്തിൽ മാത്രമാണ് നടന്നിരുന്നത്. വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അയൽ വീട്ടിലൊക്കെ പോയി സംസാരിക്കുകയും തന്റെ ബിൽഡിംഗിലും അപ്പാർട്ട്മെന്റിലും ഒക്കെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ തിരക്കുകയും തന്റെ വാടകക്കാരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുകയും തന്റെ ബിൽഡിംഗിലെ വാടകക്കാർ കാരണം കെട്ടിടങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുന്നുണ്ടോ എന്ന് എല്ലാ ദിവസവും തന്നെ അവർ ചെക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. അത്രയ്ക്കും കൃത്യമായും സന്തോഷത്തോടെയുമായിരുന്നു അവരുടെ ഓരോ ദിവസവും കടന്നുപോയിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം മധ്യപ്രദേശിലെ ബാങ്കിൽ ജോലി ചെയ്യുന്ന തന്റെ മകൻ പോലീസിനെ വിളിച്ച് 60 വയസ്സുള്ള ആശാ രവി എന്ന തന്റെ അമ്മയെ കാണാനില്ല എന്ന് കംപ്ലൈന്റ് ചെയ്യുകയും ചെയ്തു. പോലീസ് കൂടുതൽ ചോദിച്ചപ്പോൾ 2 ദിവസമായി അവരെ കാണാനില്ല എന്നും ഒരു ദിവസം പോലും വീട്ടിൽ നിന്നും നമുക്കറിയാതെ അവർ മാറി താമസിച്ചിട്ടില്ല എന്നും അയാൾ പോലീസിനോട് പറഞ്ഞെങ്കിലും കാണാതെ പോയ സ്ത്രീ 60 വയസ്സായ ഒരു മുത്തശ്ശി ആയിരുന്നത് കൊണ്ട് തന്നെ പോലീസുകാർ വലിയ ഗൗരവമുള്ള കേസായി അതിനെ കാണാതിരിക്കുകയും അതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കാമെന്ന് അയാളോട് പറയുകയും ചെയ്തു. അങ്ങനെ കംപ്ലൈന്റ് ചെയ്ത് കൃത്യം ഒരാഴ്ച കഴിഞ്ഞ് നന്ദിനിയ എന്ന അവരുടെ അപ്പാർട്ട്മെന്റിലെ താമസക്കാരൻ മകനെയും പോലീസിനെയും ഫോൺ വിളിച്ച് 2 ദിവസമായി ഈ അപ്പാർട്ട്മെന്റിൽ മുഴുവനും വളരെയധികം സ്മെല്ല് ചെയ്യുന്നുണ്ടെന്നും എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നും ഇന്ന് ആ സ്മെല്ല് അസഹനീയമാണെന്നും അത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ വന്ന് അന്വേഷിക്കണമെന്നും പോലീസിനോടും മകനോടും അവിടുത്തെ താമസക്കാരൻ പറഞ്ഞു. ഭയന്നുപോയ മകൻ ഉടനെ തന്നെ നാട്ടിലേക്ക് തിരിക്കുകയും പോലീസുകാർ ഉടനെ തന്നെ സ്ഥലത്തെത്തുകയും ചെയ്തു. ആ ബിൽഡിംഗിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് സ്മെല്ല് വരുന്നത് എന്നതുകൊണ്ട് തന്നെ അവിടെ മുഴുവനും പോലീസ് അന്വേഷിച്ചെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താനായില്ല. അവസാനം ബെഡ്റൂമിലെ കട്ടിലിനടിയിൽ നിന്നാണ് സ്മെല്ല് വരുന്നതെന്ന് മനസ്സിലാക്കി പോലീസ് ആ കട്ടിൽ മാറ്റിയപ്പോൾ ഒരു ബോക്സ് കാണുകയും ആ ബോക്സ് തുറന്നു നോക്കിയപ്പോൾ ചീഞ്ഞളഞ്ഞ രീതിയിൽ ഒരു മൃതദേഹം കാണുകയും ചെയ്തു. അത് ആരുടേതാണെന്ന് അന്വേഷിച്ചപ്പോൾ ആശാ രവിയുടേതാണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. എന്താണ് ശരിക്കും ആശാ രവി എന്ന ഈ 60 വയസ്സുള്ള സ്ത്രീക്ക് സംഭവിച്ചത്? മൃതദേഹം എങ്ങനെയാണ് ഈ ബോക്സിനകത്തെത്തിയത്? അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ പോലീസിനെ കുഴപ്പിക്കാൻ ആരംഭിച്ചു. ആദ്യം തന്നെ പോലീസിന്റെ സംശയം കുടുംബക്കാർക്കും മക്കൾക്കും നേരെയാണ് നീങ്ങിയത്. കാരണം സ്വത്തുക്കൾക്ക് വേണ്ടി സ്വന്തം മക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ആ അമ്മയെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ എന്നുള്ള സംശയം പോലീസുകാർക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. അത് വെച്ച് പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ മക്കളെയും ബന്ധുക്കളെയും ഒക്കെ പോലീസുകാർ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. പക്ഷെ അവരൊന്നും ഒരിക്കലും തന്നെ ഈ അമ്മയുടെ മരണത്തിന് കാരണമല്ല എന്ന് പോലീസുകാർക്ക് ചോദ്യം ചെയ്യലിലൂടെ മനസ്സിലാക്കുവാനും സാധിച്ചു. അതിനുശേഷം അവിടുത്തെ താമസക്കാരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒരിക്കലും തന്നെ ഈ ബിൽഡിംഗിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ഈ അമ്മ ആർക്കും തന്നെ വാടകയ്ക്ക് നൽകിയിരുന്നില്ല. കൂടുതൽ സമയവും റെസ്റ്റ് എടുക്കാനും മറ്റും ഗ്രൗണ്ട് ഫ്ലോർ തന്നെ ആയിരുന്നു ആ അമ്മ യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് ആവശ്യമുണ്ട് എന്ന രീതിയിൽ ആ ഫ്ലോർ ആർക്കും തന്നെ വാടകയ്ക്ക് നൽകിയിരുന്നില്ല. അതിനിടയ്ക്കാണ് അവിടുത്തെ സെക്കൻഡ് ഫ്ലോറിലെ താമസക്കാരനായ ഗൗരി അമ്മയുടെ ബന്ധു കൂടിയായ ഒരാൾ പോലീസിനോട് പറയുന്നത് ഗൗരിയമ്മയെ കാണാതായ ആ ദിവസം മുതൽ ഫസ്റ്റ് ഫ്ലോറിലെ താമസക്കാരനായ ദേവേന്ദ്രകുമാർ എന്ന ഒരാളെയും കൂടി കാണാനില്ല എന്നും ഗൗരിയമ്മ മിസ്സിംഗ് ആയ ആ ദിവസം അവരിവിടെ ഉണ്ടായിരുന്നെന്നും ആ ബന്ധു കൂടിയായ താമസക്കാരൻ പോലീസിനോട് പറയുകയുണ്ടായി. അതനുസരിച്ച് ദേവേന്ദ്രകുമാറിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ അയാൾ 2-3 വർഷമായി ഇതേ റൂമിലാണ് താമസമെന്നും അവിടെ വൈൻഡിംഗ് ബിസിനസ് ചെയ്യുകയാണെന്നും അതോടൊപ്പം തന്നെ ആ കെട്ടിടത്തിന്റെയോ മറ്റോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഗൗരിയമ്മ കൂടുതൽ സമയവും സഹായം ചോദിച്ചിരുന്നതും ഈ രാമേന്ദ്രകുമാറിനോടാണെന്നും പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അവസാനം അയാളുടെ ഫോൺ നമ്പർ സംഘടിപ്പിക്കുകയും അയാളെ കോൺടാക്ട് ചെയ്ത് സ്റ്റേഷനിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതനുസരിച്ച് അയാൾ ഉടനെ തന്നെ സ്റ്റേഷനിൽ എത്തുകയും പോലീസുകാർ അയാളെ ചോദ്യം ചെയ്യാൻ ആരംഭിക്കുകയും ഗൗരിയമ്മയുടെ മൃതദേഹം കിട്ടിയ കാര്യം അയാളോട് പറയുകയും നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നെന്ന് അയാളോട് ചോദിച്ചപ്പോൾ ഞാൻ കല്യാണ ആവശ്യത്തിന് വേണ്ടി ഞാൻ നാട്ടിൽ പോയതാണെന്നും അതുകൊണ്ട് തന്നെ ഈ കൊലപാതകത്തിൽ എനിക്ക് ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്നും അയാൾ പോലീസിനോട് പറഞ്ഞു. പക്ഷെ അയാളുടെ നിലപാടുകളുടെ വൈരുദ്ധ്യം പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുകയും പോലീസ് അവരുടെ രീതിയിൽ തന്നെ അയാളെ ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു അയാള് പോലീസിനോട് തുറന്ന് സമ്മതിച്ചത്. ഞാൻ തന്നെയാണ് ഗൗരിയമ്മയെ കൊലപ്പെടുത്തിയതെന്നും പക്ഷെ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചപ്പോൾ തന്റെ കല്യാണം മുടക്കാൻ ഗൗരിയമ്മ ശ്രമിച്ചെന്നും അതിന്റെ ദേഷ്യത്തിലാണ് ഞാൻ അവരെ കൊലപ്പെടുത്തിയതെന്നും അവർ പോലീസിനോട് പറഞ്ഞു. പക്ഷെ ഒരു യുവാവായ തന്റെ കല്യാണം എന്തിനു വേണ്ടിയാണ് ഈ ഗൗരിയമ്മ മുടക്കാൻ ശ്രമിച്ചതെന്ന് ചോദിച്ചപ്പോൾ അയാൾ അറിയില്ല എന്ന് ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് പോലീസുകാർ സ്വരൂപം പുറത്തെടുത്തപ്പോൾ എല്ലാ കാര്യങ്ങളും തന്നെ അയാൾ തുറന്നു പറയാൻ ആരംഭിച്ചു. 3 വർഷത്തിന് മുമ്പ് ഇവിടെ താമസത്തിനെത്തിയ രാമേന്ദ്രകുമാർ അല്ലറ ചില്ലറ ബിസിനസ്
ബിസിനസ്സുകളുമായി നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് കോവിഡ് വരികയും അത് കാരണം തന്റെ ബിസിനസ്സുകളെല്ലാം തകരുകയും സാമ്പത്തികമായി ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയിലാകുകയും ചെയ്തു. അങ്ങനെ വാടക നൽകാതായപ്പോൾ ഗൗരിയമ്മ വാടക ചോദിച്ച് തന്റെ റൂമിലെത്തുകയും എന്നാൽ ഗൗരിയമ്മയോട് തന്റെ സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ അത് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയും കോവിഡ് കഴിയുന്നതുവരെ താൻ വാടക ഒന്നും തരണ്ട എന്ന് അവരോട് പറയുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം ആ കെട്ടിടത്തിന് എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആദ്യം തന്നെ ഗൗരിയമ്മ സമീപിക്കുന്നത് രാമേന്ദ്രകുമാറിനെ തന്നെയായിരുന്നു. അതോടെ തന്നെ കൊണ്ടാവുന്ന എല്ലാ സഹായങ്ങളും ഗൗരിയമ്മയ്ക്ക് വേണ്ടി രാമേന്ദ്രകുമാർ ചെയ്തു കൊടുക്കുകയും അത് അവർ തമ്മിൽ കൂടുതൽ അടുപ്പത്തിന് കാരണമാവുകയും ചെയ്തു. പിന്നീട് ആ അടുപ്പം വർദ്ധിച്ചു വരികയും 30-കാരനായ രാമേന്ദ്രകുമാറിനോട് 60-കാരിയായ ഗൗരിയമ്മയ്ക്ക് പ്രായത്തെ മറന്നുള്ള അടുപ്പങ്ങൾ സമ്മാനിക്കുകയും അവർ തമ്മിൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും തന്നെ രാമേന്ദ്രകുമാറിനോട് വാടക ഇനത്തിൽ ഒരു പൈസയും ഗൗരിയമ്മ വാങ്ങിയിരുന്നില്ല. അതുമാത്രമല്ല രാമേന്ദ്രകുമാറിന്റെ ബിസിനസിന് വേണ്ടി സാമ്പത്തികമായി അവരെ സഹായിക്കുകയും ഈ ഗൗരിയമ്മ ചെയ്തിരുന്നു. അങ്ങനെ 2 വർഷത്തിൽ കൂടുതൽ അവർ തമ്മിലുള്ള അടുപ്പം തുടരുകയും ചെയ്തു. ഗൗരിയമ്മ ഗ്രൗണ്ട് ഫ്ലോറിലാണ് റെസ്റ്റ് എടുക്കുന്നത് എന്നുള്ളത് കൊണ്ടും ഫസ്റ്റ് ഫ്ലോറിലെ താമസക്കാരൻ രാമേന്ദ്രകുമാർ ആയതുകൊണ്ടും ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ആർക്കും തന്നെ കാണാനും സാധിച്ചിരുന്നില്ല. അങ്ങനെയിരിക്കെ ഗൗരിയമ്മ രാമേന്ദ്രകുമാർ തന്റേത് മാത്രമാണെന്ന് വിചാരിച്ചിരിക്കെ രാമേന്ദ്രകുമാറിനെ വീട്ടിൽ നിന്ന് കല്യാണം ആലോചിക്കുകയും ഒരു പെൺകുട്ടിയെ രാമേന്ദ്രകുമാറിനെ ഇഷ്ടപ്പെടുകയും ആ കല്യാണത്തെ കുറിച്ച് ഗൗരിയമ്മയോട് പറയുകയും ചെയ്തു. എന്നാൽ തന്റേത് മാത്രമാണ് രാമേന്ദ്രകുമാർ എന്ന് വിചാരിച്ചിരുന്ന ഗൗരിയമ്മയ്ക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കാതിരിക്കുകയും അവർ തമ്മിൽ അതിന്റെ പേരിൽ വഴക്ക് പതിവാകുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം തനിക്ക് രാമേന്ദ്രകുമാറിനെ നഷ്ടപ്പെടും എന്ന് ഉറപ്പിച്ച ഗൗരിയമ്മ രാമേന്ദ്രകുമാർ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ ഫോൺ ചെയ്ത് ഈ കല്യാണത്തിൽ നിന്നും നീ പിന്മാറണമെന്ന് അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തന്റെ ജീവിതം തന്നെ കൈവിട്ടു പോവുകയാണെന്ന് മനസ്സിലാക്കിയ രാമേന്ദ്രകുമാർ എന്തു ചെയ്യണമെന്നറിയാതെ ധരിച്ചു നിൽക്കെ ഗൗരിയമ്മ അവന്റെ അടുത്ത് എത്തുകയും അവർ തമ്മിൽ വീണ്ടും വാക്കേറ്റം ഉണ്ടാവുകയും അവിടെ നിന്നും കിട്ടിയ ഒരു ഇരുമ്പ് കമ്പി കൊണ്ട് ഗൗരിയമ്മയുടെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ശവശരീരം ഒരു ബോക്സിലാക്കി കട്ടിലിനടിയിൽ വെച്ചതിന് ശേഷം ഒന്നും അറിയാത്തവനെ പോലെ സ്വന്തം വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അവർ തമ്മിലുണ്ടായ ബന്ധം ആർക്കും തന്നെ അറിയാത്തത് കൊണ്ടും ഒരിക്കലും തന്നെ താൻ പിടിക്കപ്പെടില്ല എന്ന് അയാൾ വിചാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പോലീസിന്റെ കൃത്യമായ അന്വേഷണം കാരണം അയാൾ പിടിക്കപ്പെടുകയും ഇപ്പോൾ കേസും പൊല്ലാപ്പുമൊക്കെയായി ജയിലിൽ തന്നെയാണ് താമസം. പക്ഷേ അതിനിടയ്ക്ക് ഗൗരിയമ്മയെ പണത്തിന് വേണ്ടി മാത്രമാണ് തല്ലിക്കൊന്നതെന്നും അമ്മയുടെ പേരിൽ ഇല്ലാ കഥകൾ മെനയുകയാണെന്നും പറഞ്ഞ് മകൻ വീണ്ടും ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. എന്തു തന്നെയായാലും പ്രായത്തെ മറന്നുള്ള അവിഹിതം ഒരിക്കലും തന്നെ ജീവിതത്തിൽ നിലനിൽക്കുകയില്ല എന്നും സ്വന്തം ജീവിതം തന്നെ കൈവിട്ടു പോവുമെന്നും എല്ലാവരും ഓർക്കുന്നത് നന്നായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ കമന്റ് ചെയ്യാനും മറക്കരുത്.